അഭയം ഋതം അശോകം പാഹി മാപന്നമീശ. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ അവസാന വരികളാണ്. അമൃതം ഋതം അശോകം. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം, ഒരു ഭക്തനെ സംബന്ധിച്ചോളം യഥാർത്ഥ ലക്ഷ്യം പരമാത്മജ്ഞാനം നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആരും ഒന്നിനെയും ഭയപ്പെടുന്നില്ല എന്നർത്ഥം. സംസാര ദുഃഖത്തെ ഭയപ്പെടുന്നില്ല, ഒന്നിനെയും ഭയപ്പെടുന്നില്ല. കാരണം ലോകത്തെ ഏതൊക്കെ ജീവികളുണ്ടോ ആ ജീവികളിൽ മുഴുവനും തന്നിലും താനും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതർത്ഥം. അപ്പോൾ പുഴുവിലുള്ള ജീവനും മനുഷ്യനുള്ള ജീവനും ഈശ്വരനുള്ള ജീവനും എല്ലാത്തിലുള്ള ജീവനും ഒന്ന് തന്നെയാണ്. അപ്പോൾ പുനർജന്മം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. പുനർജന്മം ഉണ്ടോ ഇല്ലയോ, പുനർജന്മം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലരുടെ മഹാന്മാരുടെ പുനർജന്മങ്ങളായിട്ടാണ് ഓരോ ആചാര്യന്മാരും ഉണ്ടാവുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ അതിനകത്ത് എത്ര ശാസ്ത്രീയമായ അടിസ്ഥാനമെന്നറിയില്ല. ചില പുണ്യാത്മാക്കളുടെ പുനർജന്മമാണ് വീണ്ടും വരുന്നത്. സൂർദാസ് അകക്കണ്ണുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് പാടിയതായ സൂർദാസിൻ്റെ പുനർജന്മമാണ് ചില ഇന്ദ്രിയങ്ങളുടെ ശക്തി കുറവുള്ള ആചാര്യന്മാരെന്നൊക്കെ പറയും. അപ്പം നസ പുനരാവർത്തത എന്നുള്ള അവസ്ഥയിലേക്ക് എത്തണം, വീണ്ടും തിരിച്ചു വരാതിരിക്കുക എന്നർത്ഥം. അപ്പം വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായ തത്വങ്ങളെ സാധാരണക്കാരെ നമ്മളിലേക്ക് എത്തിക്കാനാണ് പുരാണങ്ങൾ മുഴുവനും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന അർത്ഥം. പുരാ ഇവ നവം. അപ്പം എപ്പോഴും പുതുമയുള്ളതാണ് പുരാണങ്ങളെന്ന് ഗുരുനാഥനായ ഭാഗവത പ്രദീപം ചന്ദനമെന്ന ഗോവിന്ദൻ നമ്പൂതിരി പറഞ്ഞു തരുമ്പോൾ കഥകൾക്കുള്ളിലെ കഥയാണ് അദ്ദേഹം പറഞ്ഞു തരിക എന്നർത്ഥം. അപ്പോൾ കഥകളിലൂടെ മാത്രമേ നമുക്ക് ഈശ്വരനിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ കർമ്മഫലങ്ങളനുസരിച്ച് വീണ്ടും പുനർജന്മങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള സങ്കല്പമാണ്. അപ്പോൾ പുഴുവായാലും പുൽക്കൊടിയായാലും മനുഷ്യനായാലും ഈശ്വരജന്മമായാൽ പോലും അവനവൻ്റെ കർമ്മഫലങ്ങൾക്ക് അനുസരിച്ചാണ് വീണ്ടും 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 ജന്മമെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇനിയും ഒരു ജന്മം ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്നർത്ഥം. അവിടെ കൈലാസത്തിലോ അല്ലെങ്കിൽ തലപ്പുഞ്ച മഹാദേവൻ്റെ നടയിലോ അല്ലെങ്കിൽ തലപ്പുഞ്ച മഹാദേവൻ്റെ കൂടിയോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ സമീപത്തിൽ ചതുർബാഹു ആയിക്കൊണ്ട് ഭഗവാന്റെ കൂടെയോ അല്ലെങ്കിൽ ഭഗവാൻ അർച്ചിക്കാനോ, ഇനിയോ കാവനാട് രാമനമ്പൂരി പുളിക്കാപ്പറമ്പൊക്കെ പറയും, എന്ത് പറയും, ദാമോദരനൊക്കെ പറയും, എന്താ പറയും, ഇനി അപ്പുറത്തൊരു ലോകമുണ്ട് അത്രേ, ഗോലോകം. അവിടെ ശ്രീരാധ പ്രേമസ്വരൂപമായ ശ്രീരാധാകൃഷ്ണ സ്വരൂപത്തിലുള്ളതായ ഒരു വലിയൊരു ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു ലോകം. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നതായ ഒരു സൗരയൂഥം മാത്രമേ ഉള്ളൂ. ദ്വാദശാദിത്യന്മാരിൽ ഒരാദിത്യന്മാരിൽ നമ്മൾ കാത്തുള്ളൂ, ബാക്കി 11 വീണ്ടും കിടക്കുക. അപ്പോൾ ഭാഗവതം അവസാനിക്കുന്നതും പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സൂര്യനില്ലെങ്കിലോ എന്തൊരു തണുപ്പ എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ സന്ധ്യാവന്ദനാദി ഉപസ്ഥാനാദികളെ കൊണ്ട് തർപ്പിച്ച് നിന്ദന്തി നജസ്തൗതി ലോകെ ചരതി സൂര്യവൽ. ശ്രീമദ് ഭാഗവതം പറയാണ്, ആരെയും നിന്ദിക്കാനോ ആരെയും സ്തുതിക്കാനോ ഉള്ള എന്തിനാ. അപ്പോൾ ലോകത്തിലെ എല്ലാത്തിനെയും ഒരുപോലെ പ്രകാശം നൽകാൻ സാധിക്കണം നമുക്കെന്നർത്ഥം. അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുക. സാമൂഹ്യ സേവനം നടത്തുക, ഭഗവാനെ ഉപാസിക്കുക, പൂജ കഴിക്കുക, നാമം ജപിക്കുക. ഏറ്റവും ചെറിയ മനുഷ്യനായിരുന്നു ആര്? കുഞ്ഞുണ്ണി മാഷ്. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷം എന്നും എൻ്റെ നാവിലായി വന്നിടണം, നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശ രൂപനെ വണങ്ങണം, പൊൻചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിരിട്ട ഞാൻ. വള്ളിയൂർ തിരുമേനെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിച്ച് ആ ഒരു വരികൾ ലോകം മുഴുവനും കീഴടക്കിയതാണ് ആര്? പ്രശാന്ത് വർമാജി. നാമ ജപ ലഹരിയുടെ, മാനസ ജപലഹരിയുടെ തലത്തൊട്ടപ്പൻ. അപ്പോൾ വലിപ്പമല്ല പ്രധാനം, നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം.
പൊൻചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം ആ പദാബ്ജം. അപ്പം എന്തെങ്കിലും ഒരു സ്വപ്നത്തിലെങ്കിലും ഒരു ചെറിയ ഒരു എന്ത് വേണം, ഒരു ചെറിയ 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 എന്തെങ്കിലും ഒന്ന് ഭഗവാൻ കാണിച്ചു തന്നാൽ മതി. അപ്പോൾ ധാരാളം ആൾക്കാർ തീർത്ഥയാത്രയൊക്കെ പോവും, ഫോട്ടോ ഒക്കെ എടുക്കും, സെൽഫിയൊക്കെ എടുക്കും, അവിടെ ഇവിടെയൊക്കെ ഷോക്കേസിലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കും. എന്നിട്ടോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കണ്ടോ? അപ്പം ഞാൻ ഇവിടെ പോയി, ഞാൻ ഇന്നടുത്ത് പോയി എന്ന് കാണിക്കാനായിക്കൊണ്ട് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നടുത്ത് പോയ ഫോട്ടോകളാണ്, ഷോക്കേസിൽ എൻ്റെ മോനെ അവാർഡ് കിട്ടിയതാണ്, എൻ്റെ അത് കിട്ടിയാണ്, ഈ ഫോട്ടോകളൊക്കെ കാണിക്കും. മള്ളിയൂർ മുത്തച്ഛനൊന്നും ചെയ്തില്ല. അവിടെ പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ ചാണകവും അതുപോലെ തന്നെ ഇടുങ്ങിയ വഴികൾ, ഇതൊക്കെ നമ്മുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങളാണ്. ഭഗവാനെ ധ്യാനിച്ചിരിക്കുക, ധ്യാനിച്ചിരുന്നാൽ നമുക്ക് വൃന്ദാവനം ബുദ്ധിയിൽ തെളിയും. ഭഗവാന്റെ ജന്മഗൃഹമായ ജയില് നമുക്ക് കാണാൻ സാധിക്കും, യമുന കാണാൻ സാധിക്കും. ഇപ്പോൾ സ്നാനം ചെയ്യുന്നതായ കോടിക്കണക്കിന് ആൾക്കാർ സ്നാനം ചെയ്യുന്നതായിട്ട് ഗംഗാ സ്നാനം നമുക്ക് ബുദ്ധിയിൽ തെളിയും. അത് നിരന്തരമായ നാമത്തിന് കണ്ണടച്ചിരുന്നാൽ മതി. ഈ ഭഗവാൻ ലീലയാടിയിരുന്ന സ്ഥലങ്ങളും എല്ലാം നമ്മുടെ ബുദ്ധിയിൽ ഒരു സിനിമ പോലെ തെളിഞ്ഞു കാണുന്നത് തന്നെയാണ്. അങ്ങനെ തെളിഞ്ഞ ബുദ്ധിയിലൂടെ പ്രകാശിക്കുന്നതായ എന്തും അത് ലോകോപകാരപ്രദമായി തീരണം. അപ്പോൾ ഭഗവാൻ ലീലയാടിയ സ്ഥലങ്ങളിൽ ഇന്നും കൃഷ്ണകദംബമദീർഘ്യ, ആ കടമ്പ വൃക്ഷമൊക്കെ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. കോടിക്കണക്കിന് ആൾക്കാർ ഗംഗാ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കുന്ന ചാനലുകൾ വെറുതെ പറയണം അവിടെ സൗകര്യങ്ങൾ കുറവാണ്. അവിടെ എല്ലാവരും സൗകര്യമുണ്ട്. അവിടുത്തെ വേസ്റ്റ്, പൂക്കൾ വേസ്റ്റ് അടക്കം വലിയ മിഷ്യൻസ് വെച്ചിട്ട് കറക്റ്റായ രീതിയിൽ അത് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അത് സൈക്കിളായിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പ്രദം ആക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കഷ്ണം കരട് പോലും അവിടെ ഇപ്പോൾ ഇല്ല, ഇനി ഉണ്ടാവുകയില്ല. അപ്പം മനസ്സിലുള്ളതായ കരടിനെ എടുത്ത് കളഞ്ഞ് ബുദ്ധിയെ ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കണ്ടകൈനൈവ, കാലിലൊരു മുള്ളു കൊണ്ടാൽ മുള്ളുകൊണ്ട് തന്നെ എടുത്തേ പറ്റുള്ളൂ. അതിന് വേറൊരു ആയുധം ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ആയുധം എടുക്കേണ്ടടുത്ത് ആയുധം എടുത്തേ പറ്റൂ. പത്മമാലി നിരായുധ, ഭഗവാൻ പോലും ആയുധം താഴെ വെച്ചു. പക്ഷേ ആയുധം എടുപ്പിച്ചു. ഭീഷ്മരുടെ ഭക്തി, ഭക്തന്മാരുടെ ഭക്തി. കാരണം ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഭഗവാനെ പോലും ഭക്തൻ്റെ വാക്ക് പാലിക്കാനായിക്കൊണ്ട് ഭഗവാൻ ആയുധം എടുത്തെങ്കിൽ ആയുധം എടുക്കേണ്ടടുത്ത് ആയുധം എടുക്കണം. ഭിത്വ ശൂലേന വക്ഷസി, ദുഷ്ടതയെയും നശിപ്പിക്കാനായിക്കൊണ്ട് ആയുധം എടുക്കേണ്ടി വന്നാൽ ആയുധം എടുത്ത് തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ചില ദേവന്മാർക്ക് 4 കയ്യ്, ചിലർക്ക് 8 കയ്യ്, 16 കയ്യ്, 36 കയ്യ്. അപ്പോൾ തിരുവനന്തപുരത്ത് രാജാവ് കള എഴുതിയപ്പോൾ 32 കയ്യിന് 31 കയ്യെ കളം വരച്ചിട്ടുള്ളൂ. അപ്പം തന്നെ വിളിച്ചു, അതാ ഈ കളം എഴുതിയ കുറിപ്പിനെ ഇന്ന ചെയ്യണം, ശിക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറിപ്പ് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നമസ്കരിച്ചപ്പോൾ ഭദ്രകാളി ദേവി ബുദ്ധിയിൽ തെളിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു, ഒരു കൈ പുറകോട്ടാണ്, ഒരായുധം പുറകോട്ട്, പുറകിൽ നിന്ന് ആരെങ്കിലും എന്നാൽ ആക്രമിക്കണ്ടേ എന്ന് രാജാവിനോട് ചോദിച്ചപ്പോൾ രാജാവിൻ്റെ അഹങ്കാരം മുഴുവൻ അവിടെ പോയി ആ കുറിപ്പിനെ നമസ്കരിച്ച് പട്ടും വളയും നൽകി അനുഗ്രഹിച്ചതായ ചരിത്രങ്ങൾ. അങ്ങനെ ഉപാസനയുടെ മൂർത്തികളായ ഏത് മൂർത്തികളെ ഉപാസിച്ചാലും അവിടെ ഏത് രീതിയിലായും ലേപ്യാജസലി മനോമയി മണമയി പ്രതിഭ അഷ്ടവിദാസ മനസ്സിൽ തെളിയുന്ന ചിത്രങ്ങൾ, ബുദ്ധിയിൽ തെളിയുന്ന ചിത്രങ്ങളിലേക്ക് എത്താനാണ് ഈ എല്ലാം പറയുന്നതായ ആദ്യത്തെ സ്റ്റെപ്പുകളും. അപ്പോൾ എവിടെയാണോ ഹൃദയം തുറന്ന് ഈശ്വരനെ വിളിക്കാൻ സാധിക്കുന്നത് അതിന് ജാതി, മത, വർഗ, രാഷ്ട്രീയ ഭാഷകൾ ഒന്നും പ്രത്യേകതയില്ല. മഹാദേവനെ നമസ്കരിച്ചുകൊണ്ട്, പുണ്യാത്തപ്പനെ നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കല കണ്ടുപഠിച്ചോളൂ. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കണ്ടുപിടിച്ചത് ആ ആചാര്യനെ, ആ കുറിപ്പിനെ, അല്ലെങ്കിൽ ആ ആചാര്യനെ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങിക്കോളൂ. അവിടെ പരാജയപ്പെടില്ല എന്ന് സ്വന്തം അനുഭവത്തിലൂടെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും കലയായാലും സാഹിത്യമായാലും പാട്ടായാലും എന്തായാലും അതിന് വിനയത്തിൻ്റെ ഭാഷയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ സ്വീകരിക്കും എന്നുള്ളതായ എൻ്റെ സ്വന്തം അനുഭവം പങ്കുവെച്ചുകൊണ്ട് എല്ലാത്തിലും പ്രാവീണ്യം നേടണം. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാവീണ്യം നേടണം. എന്തെങ്കിലും ഒരു മുട്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചിരിക്കണം. അത് ഒന്നിനുമല്ലാതെ ഒരു നാണയം പോലും സ്വീകരിക്കാതെ പകർന്നു നൽകാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ മനുഷ്യജന്മം കൊണ്ട് അർത്ഥമുള്ളൂ. അർത്ഥമില്ലാത്ത മനുഷ്യജന്മങ്ങൾ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന പേക്കറോ എന്ന് പറയുന്നതായ ഒരു തവളയുടെ മാത്രം
പ്രതീകം ആവുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.